പ്രിയരെ നമസ്കാരം. ഔർവന്റെ ആശ്രമത്തിൽ സാഗരൻ വളരാൻ തുടങ്ങി. സന്യാസി അവനെ ആയോധന കലകൾ പഠിപ്പിച്ചു. ഒരു ദിവസം സാഗരൻ കൗതുകത്താൽ അമ്മയോട് പിതാവിനെക്കുറിച്ച് അന്വേഷിച്ചു. തന്റെ ഭർത്താവ് ബാഹുരാജാവിന് സംഭവിച്ച വിധിയുടെ വിപരീതങ്ങൾ മുഴുവൻ അമ്മ അവനോട് വിശദീകരിക്കുന്നു. സ്വന്തം പിതാവിനെ ദുരിതത്തിലാക്കിയ സർവരെയും നശിപ്പിക്കുമെന്നവൻ അന്നേരത്ത് പ്രതിജ്ഞയെടുത്തു. തന്റെ ഗുരുവായ ഔർവനെ പ്രദക്ഷിണം ചെയ്ത് അമ്മയുടെ അനുവാദം വാങ്ങി ഉടനെ തന്നെ സാഗരൻ ആ ദൗത്യം ഏറ്റെടുത്തു. വസിഷ്ഠമുനിയുടെ ആശ്രമത്തിലായിരുന്നു അവന്റെ ആദ്യവാസം. സാഗരൻ തന്റെ ലക്ഷ്യം മുഴുവൻ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു. വസിഷ്ഠ മഹർഷി നിരവധി ദിവ്യായുധങ്ങൾ സമ്മാനിക്കുകയും വിജയത്തിനായി അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. അനേകം ദിവ്യായുധങ്ങളും അമ്മയുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹങ്ങളാൽ സായുധനായ സാഗരൻ തന്റെ പിതാവിന്റെ ഏറ്റവും ശക്തരായ ശത്രുക്കളെപ്പോലും ഞൊടിയിടയിൽ പരാജയപ്പെടുത്തി മുഴുവൻ ഭൂമിയിലും തന്റെ ഭരണം വ്യാപിപ്പിച്ചു. പരാജയപ്പെട്ട രാജാക്കന്മാർ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ ഭയരഹിതരായിരിക്കുവാൻ അദ്ദേഹം അവരോട് നിർദ്ദേശിച്ചു. മറുവശത്ത് ചാരന്മാർ ഈ സംഭവ വികാസത്തെക്കുറിച്ച് സാഗര രാജാവിനെ അറിയിച്ചു. ആ നീചന്മാരെ ഉന്മൂലനം ചെയ്യുകയെന്ന ഉദ്ദേശത്തോടെ സാഗരൻ ഉടൻ തന്നെ വസിഷ്ഠന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെടുന്നു. എന്നാൽ അതിനിടയിൽ വസിഷ്ഠമുനി എല്ലാ രാജാക്കന്മാരെയും ക്ഷൗരം ചെയ്തു. അതിനാൽ തന്റെ ശത്രുനിര മരിച്ചുവെന്ന് കരുതി പരിഹാസേണ സാഗരൻ വസിഷ്ഠമുനിയോട് പറഞ്ഞു, ഹേ മഹർഷേ, എന്തിനാണ് അങ്ങ് ഈ സ്വഭാവ സ്ഥിരതയില്ലാത്ത ജീവികളെ സംരക്ഷിക്കുന്നത്? ഞാൻ അവരുടെ ജീവനോട് ദയ കാണിക്കില്ല. വസിഷ്ഠൻ അതിന് മറുപടി പറഞ്ഞു, അല്ലയോ പുത്ര, നീ മഹാനാണ്. ഇപ്പോൾ നിന്റെ പ്രയോജനത്തിനായി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ ഇതിനകം തന്നെ നിന്റെ ശത്രുക്കളെ നിഗ്രഹിച്ചു കഴിഞ്ഞു. ഇനിയും അവരെ വധിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും ലഭിക്കാനില്ല. രാജാവേ, ഈ ഭൗതിക ശരീരം എല്ലാ പാപങ്ങളുടെയും മൂല കാരണമാണ്. ഭൗതിക ശരീരത്തെ കൊല്ലുന്ന ജനപ്രീതി നിങ്ങൾക്ക് ലഭിക്കില്ല. അതിനാൽ അവരെ കൊല്ലുന്നതിന് മുൻപ് ഇക്കാര്യം അല്പം ചിന്തിക്കുക. വസിഷ്ഠ മുനിയുടെ വാക്കുകൾ സാഗരന്റെ കോപം ശമിപ്പിച്ചു. തുടർന്ന് വസിഷ്ഠ മഹർഷി സാഗരന്റെ പട്ടാഭിഷേകം നടത്തി. സാഗര രാജാവിന് കേശിനി, സുമതി എന്നിങ്ങനെ 2 പത്നിമാരുണ്ടായിരുന്നു. വിദർഭ രാജാവായ കശ്യപന്റെ പുത്രിമാരായിരുന്നു ഇരുവരും. സാഗരന്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഔർവ മഹർഷി കൊട്ടാരം സന്ദർശിച്ച് അദ്ദേഹത്തെ ആശംസിച്ച ശേഷം മടങ്ങി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പുത്ര സൗഭാഗ്യമില്ലാതിരുന്ന 2 രാജ്ഞികളും രഹസ്യമായി ഔർവ മഹർഷിയെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി. ആൺമക്കളുണ്ടാവുന്നതിന് ഭാഗ്യം വരുത്തുന്ന രത്നം അവർ സ്വീകരിച്ചു. അല്പനേരം ധ്യാന നിരതനായിരുന്നതിന് ശേഷം ഔർവ മഹർഷി പറഞ്ഞു, ഹേ ഭാഗ്യവതികളെ, നിങ്ങളിൽ ഒരാൾക്ക് ഭാവിയിലും തന്റെ സന്തതി പരമ്പരകളെ നിലനിർത്താൻ കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കും. മറ്റൊരാൾക്ക് 60,000 പ്രഗത്ഭരായ പുത്രന്മാരെയും ലഭ്യമാകും. അവരവരുടെ തെരഞ്ഞെടുപ്പിന്റെ അനുഗ്രഹം നേടാനും മുനി അവരെ ഉപദേശിച്ചു. കാലക്രമേണ കേശിനി ഒരു പുത്രനെ പ്രസവിച്ചു. ആ പുത്രനായ അസമഞ്ജൻ ഒരു വിചിത്ര വ്യക്തിയായി വളർന്നു. സുമതി ഒരു ഫലത്തെ പ്രസവിച്ചതിലൂടെ 60,000 പുത്രന്മാർക്ക് ജന്മം നൽകി. അവർ തുടക്കത്തിൽ വളരെ അനുസരണയുള്ളവരായിരുന്നു. എന്നാൽ അസമഞ്ജനെ പിന്തുടർന്ന് അവരും വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. അസമഞ്ജന് ഒരു പുത്രനുണ്ടായിരുന്നു, അൻഷുമാൻ. അൻഷുമാൻ തന്റെ മുത്തച്ഛനോട് വളരെ അനുസരണയുള്ളവനായിരുന്നു. സാഗരന്റെ 60,000 പുത്രന്മാർ പെട്ടെന്ന് തന്നെ 3 ലോകങ്ങളെയും പീഡിപ്പിക്കാൻ തുടങ്ങി. അവരുടെ ക്രൂരതകളിൽ നിന്ന് ആശയക്കുഴപ്പത്തിലായ ഇന്ദ്രൻ കപിലമുനിയോട് അവരുടെ ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടിത്തരണമെന്ന് അപേക്ഷിച്ചു. കപിലമുനിയുടെ പ്രചോദനത്താൽ സാഗരൻ ഒരു അശ്വമേധയാഗം സംഘടിപ്പിച്ചു. ഇന്ദ്രൻ യാഗത്തിലെ കുതിരയെ തട്ടിക്കൊണ്ടുപോയി കപിലമുനിയുടെ ആശ്രമത്തിൽ ബന്ധിച്ചു. 60,000 രാജകുമാരന്മാരും കുതിരയെ അന്വേഷിച്ച് കപിലാശ്രമത്തിൽ എത്തിയപ്പോൾ അവിടെ കുതിരയെ കണ്ടെത്തിയതിനെ തുടർന്ന് മുനിയെ അവർ അധിക്ഷേപിക്കുവാൻ തുടങ്ങി. അതിൽ പ്രകോപിതനായ കപിലൻ ഉടൻ തന്നെ തന്റെ ശാപത്താൽ സാഗരപുത്രന്മാരെ ദഹിപ്പിച്ചു. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.